കഴിഞ്ഞ ദിവസം റിയൽമിയുടെ സ്റ്റോറിലൊന്ന് പോയി. അങ്ങനെ പോയി ചെന്നപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത് അവിടുത്തെ റേറ്റുകൾ കേട്ടിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് റിയൽമിയുടെ ഫോണുകൾ എടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഗാഡ്ജറ്റുകൾ മേടിക്കാനൊക്കെ നിൽക്കുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേഗം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മളൊരു ഫോൺ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ ഏതാണെന്നും അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു ഉച്ചമുക്കാൽ ടൈമിൽ നമ്മൾ റിയൽമി സ്റ്റോറിൽ അങ്ങോട്ട് ചെന്ന് കയറണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഫോൺ എടുക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നമ്മൾ EMIക്കാണ് ഫോൺ എടുക്കുന്നുണ്ടാകും. അപ്പോൾ EMIയുടെ കാര്യങ്ങളൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മെല്ലപ്പെട്ട് അടുത്ത് ഗാഡ്ജറ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ കണ്ടു. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മുതലാണ് റിയൽമിയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ എന്താ പറയുക ഹൈ എൻഡ് ഫോൺ എന്നൊക്കെ പറയില്ല നമ്മൾ, വലിയ പുള്ളി. അപ്പോൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യും ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ മേടിച്ചോട്ടെ. നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ വലിയ പുള്ളിക്കാരനല്ല. നമ്മൾ റിയൽമി 30 Pro Plus എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ എടുക്കുന്നത്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല എടുക്കുന്നത്, നമ്മുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾ അത് കുറേ റിസർച്ച് ചെയ്ത് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അത് ഭയങ്കര സംഭവം കൊണ്ടാണ് ഇപ്പോൾ അത് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോൺ ഞാൻ യൂസ് ചെയ്ത് നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്. ഫോട്ടോ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കത് വരുന്നത്, അപ്പോൾ നമ്മളത് മേടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അത് ഫോണിൻ്റെ എന്തോ ഫോട്ടോ എടുക്കണം അങ്ങനെ എന്തോ പറഞ്ഞ ആൾ. അപ്പോൾ അത് EMIക്ക് നമ്മൾ ചെയ്യണ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അന്ത കാരണത്താൽ അത് അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാണ്. അത് നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാരണം അത് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരെ ചെയ്ത് തരും. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് റിയൽമി 30 Pro Plus. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കുകയാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് തുറന്നു വരുന്നത് ഒരു കേസ് ബാക്ക് കവറാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ബാക്ക് കവറാണ്. ദെൻ നമ്മൾ നമ്മുടെ ഫോണിനെ മെല്ലെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോൺ വരുന്നത് എന്തോ ഒരു തരം ഗ്രീൻ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേര് എനിക്ക് അത്ര ഇഷ്ടപ്പെടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഗ്രീൻ്റെ പേര് അറിയിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വേണ്ടിയില്ല, ബാക്കിൽ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവും, നമ്മുടെ ലെതർ ഫിനിഷ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. പക്ഷേ അതിന് മുകളിലെ ക്യാമറ വട്ടുണ്ടല്ലോ, ചെപ്പിൻ്റെ മൂടി പോലത്തെ ഒരു സെറ്റപ്പ്, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കാരണം ഞാനല്ല ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് ഈ ഫോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടാണല്ലോ ഈ ഫോൺ മേടിച്ചിട്ടുള്ളത്. അതുകാരണം തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫോൺ അവർ മേടിക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഫോൺ നമുക്ക് മേടിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ നിങ്ങൾ മേടിച്ചോളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോൺ അങ്ങനെ ഓണായി വന്നിട്ടിരിക്കുകയാണ്, നമ്മുടെ റിയൽമി. അപ്പോൾ റിയൽമി ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽമിയുടെ ഫോൺ ഓണാകുമ്പോൾ തന്നെ റിയൽമി തന്നെ എഴുതി കാണിക്കും. എന്തൊരു വർത്തമാനം ഞാൻ പറഞ്ഞല്ലേ. പോട്ടെ, അങ്ങനെ നമ്മുടെ ഫോൺ ഓണായി വന്ന് ഹലോ എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹലോ എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഉള്ളിലുള്ള പരിപാടികളൊക്കെ ആൾ ചെയ്തോളും. അങ്ങനെ നമ്മൾ ഇതിൽ വന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു കേസ് കിട്ടി, പിന്നെ അതിൻ്റെ കൂടെ ചാർജറുണ്ട്. അത് 80 വാട്ട് ഫാസ്റ്റ് ചാർജർ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ പറയുകയാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് കയറുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. കാരണം നമ്മുടെ വീട്ടിലെ ഫോണാണല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ദെൻ അതിൻ്റെ കൂടെ കിട്ടിയ എന്താ സാധനം, വേറെ ഒന്നും അങ്ങനെ വലിയ കാര്യങ്ങളായിട്ട് കിട്ടിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്തിട്ടുള്ള കഥകൾ. ദെൻ നമുക്ക് അവിടുന്ന് കുറേ സമ്മാനങ്ങളൊക്കെ അവർ തന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫോണും അതുപോലെ തന്നെ അവർ കുറച്ച് സമ്മാനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ മേടിക്കുന്ന ഒരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ റിയൽമി ലവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക റിയൽമി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൺലൈൻ സൈറ്റുകളിൽ ഓഫറുകൾ വരുമല്ലോ ഓരോ ഫെസ്റ്റിവൽ സമയത്തും, അല്ലെങ്കിൽ എന്തോ ഓഫർ അതിൽ വരുന്നോ ആ ഓഫർ റേറ്റിൽ നമുക്ക് അതേ സെയിം റേറ്റിൽ നമുക്ക് ഇവരുടെ സ്റ്റോറിൽ നിന്ന് ഗാഡ്ജറ്റും ഫോണൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒരു അറിവ് പുതുതായിരുന്നു. അപ്പോൾ ആ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇത് അറിയുണ്ടാവും, എനിക്ക് മാത്രമേ ചിലപ്പോൾ അറിയാത്തുണ്ടാവുക. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു അറിവ് എൻ്റെ വക ഇരിക്കട്ടെ. എന്നിപ്പോൾ നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞു അടിയിൽ കമൻറ്റായിട്ട് എനിക്ക് അറിയാം, നീ അത് പറയേണ്ട ആവശ്യമില്ലെന്ന്. ഓക്കെ, തൃശ്ശൂർ ജില്ലയിൽ ആകെ കൂടി ഒരു റിയൽമി സ്റ്റോറാണുള്ളത്. ആ റിയൽമി സ്റ്റോർ കുന്നംകുളത്താണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുന്നംകുളത്ത് വരികയാണെങ്കിൽ റിയൽമി സ്റ്റോർ വടക്കാഞ്ചേരി റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാം. പിന്നെ എനിക്ക് അവിടെ നിന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത രീതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അവർ നമ്മളോട് വളരെയധികം എന്താ പറയുക ഒരു ഗഡി ബേസിലായിരുന്നു സംസാരം കാര്യങ്ങളൊക്കെ. അല്ലാതെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർ സർ അത് പിന്നെ അതിൽ ഒരു കോർപ്പറേറ്റീവ് രീതിയിലുള്ള സംസാരം ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ സിമ്പിളായിട്ട് പരിപാടികൾ അവസാനിപ്പിച്ചു. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരൊരു AI ഫീച്ചർ കാണിച്ചു തന്നു, ഏതിരുട്ടത്തും നമുക്കിതിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിവ്യക്തമായി കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അവിടെ അതിന് വേണ്ടി ഒരു ബോക്സും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീട്ടിലും ഇരുട്ടത്ത് ഇത് കിട്ടണമെന്ന് അറിയണമല്ലോ. ഇനി ആ ബോക്സിനുള്ളിലുള്ള ഒരു മാജിക്കൽ എന്തെങ്കിലും പരിപാടിയാണോ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അതും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെ ഇനി അപ്കമിങ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.